Hi all, magic morning. Magic morning. Magic morning. Okay, Magic morning. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കണം. Okay, thank you. Morning. Morning, ma'am. Yes, ma'am. Okay, thank you all. Thank you so much. Okay, അപ്പം ഇതൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇതിന്റെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇന്നലെയൊക്കെ ആയിട്ട്. മണി സാർ ഈദ് സെലിബ്രേഷൻ സൂപ്പറായില്ലേ? ഓ സൂപ്പറായി. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇന്ന് വെനസ്ഡേ ആണ്, നിങ്ങൾക്കറിയാം. ടോപ്പിക് വരുന്ന ലോ ഓഫ് അട്രാക്ഷൻ ആണ്. സേഫ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. Good morning, team. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay. Magic morning, sir. Magic morning. മാജിക് മോർണിംഗ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും പെരുന്നാള്? ഒരു മാസത്തെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആള് സൂപ്പറായല്ലോ. ഒന്നും കൂടി ചെറുപ്പായി. താങ്ക് യു. ഒരു പരാതി ഉണ്ട്, ഞങ്ങളെ നോമ്പുറക്കൊന്നും വിളിച്ചില്ലട്ടാ. പ്രാവശ്യം അല്ലേ? ആ നിങ്ങൾ ലീഡേഴ്സുകൾ തീരുമാനിക്കണ്ടേ? ശരിയാ, ഏഹ് ശരിയാണ്. അപ്പൊ തെറ്റി ഞാനല്ല, ഞങ്ങളായിക്കോട്ടെ. നിങ്ങൾ തന്നെ വിളിക്കണ്ടേ? ഞാൻ റസാഖ് സാറിനോട് പറഞ്ഞു ഇപ്രാവശ്യം എന്തേ നമുക്ക് നോമ്പ് തോറയൊന്നും ഇല്ലേന്ന്. റസീഫ് സാറൊന്നും പറഞ്ഞില്ല പറഞ്ഞപ്പോ. നമ്മൾ ലീഡേഴ്സ് മീറ്റ് നടക്കാത്തോളാണ്. സോ നമുക്ക് പരാതികളൊക്കെ വിട്ട് കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ഡിസ്കഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒന്ന് നമുക്കൊരു ടോട്ടൽ എല്ലാ ഒന്നും കൂടെ നമുക്ക് ബി മാജിക്കിൽ എങ്ങനെ ഒന്ന് അപ്പാക്കാനുള്ള ഒരു ഹെൽപ്പ്. ഓക്കെ, എങ്ങനെ നമുക്ക് അപ്പാക്കാം എന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് ഡൗട്ട് ചോദിക്കാനുള്ള. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ആളുകൾക്ക് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് സെഷൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മണിസാറൊക്കെ ആയിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിവുള്ള ഒരാൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ടീം ആക്കിയാലോ അത്രയും ലോ ഓഫ് അട്രാക്ഷന്റെ സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൻഡ് പവറിന്റെ സെഷനൊക്കെ തുടങ്ങാൻ പറ്റുന്ന അത്രയും ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സെഷൻസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രോഗ്രസ് അല്ലാതെ ഈ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ ഫിനാൻസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ഇതിലേക്ക് നിങ്ങൾക്ക് വളരെ വളരെ എന്താ പറയുക, നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു മണ്ടത്തരമായിരിക്കുമോ? ഓക്കെ, ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, എനിക്കറിയുന്ന. കാരണം ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളും ഒന്നുമല്ല ആരും ലോ ഓഫ് അട്രാക്ഷനിൽ. അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഞാൻ എപ്പോഴും പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറി അറിയുന്നത് ഒരു 5% ആളുകളും. ബാക്കി 95% ആളുകൾ പ്രാക്ടിക്കലി, അല്ലെങ്കിൽ വിജയിക്കുന്ന ആളുകൾക്ക് അത് പ്രാക്ടിക്കലി അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആർക്കും ഇതിലെ സംശയങ്ങൾ തീരൂല. എനിക്കാണെങ്കിലും തീരൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്നും കൂടെ ഇതിന്റെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്ന് വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫിനാൻസ് ആണല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും മെയിനായിട്ട് നമ്മളൊക്കെ കരുതുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അത് തെറ്റാണെങ്കിൽ നമ്മൾ ഇന്ന് ഫിനാൻസ് വന്നു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവുന്നതാണ്. ഫിനാൻസ് ഒരു മാൻഡറ്ററി ഘടകമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫിനാൻസിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത്? ഓക്കെ, അതിൽ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറയും. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നമുക്കത് ചോദിക്കാം. ഒന്നാമത്തെ കാര്യം. രണ്ട്, ബി മാജിക്കിന്റെ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ എന്താണ് സജഷൻസ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളുടെ 10 ആളുകൾ ഇതിലേക്ക് എത്തിക്കാൻ എന്നുള്ള രീതിയിൽ
എനിക്ക് ഇന്ന് കുറച്ച് ആളുകളുടെ ഹെൽപ്പ് വേണം. ആർക്കൊക്കെ ഒരു 10 ആളുകളെ ഇതിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് പറഞ്ഞ് ഇതിൽ എത്തിക്കാൻ പറ്റും, ഒരു 10 ആളുകൾ എന്നുള്ള രീതിയിൽ. ഓക്കെ, ആ 2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ 2 കാര്യങ്ങളിലേക്ക് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. അതിന് മുമ്പ് ഒന്നാമത്തെ കാര്യം, ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കരിയറിനെ സംബന്ധിച്ചായിക്കോട്ടെ, നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നതായിക്കോട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരേ ആളുകളാണ്, ഒരേ മൈൻഡുള്ള ആളുകളാണ്, നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഓരോ ക്ലാസ് കേട്ട് കഴിയുമ്പോഴും പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ചിലപ്പോൾ ചോദിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ടുള്ള സെഷനിൽ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണുള്ളത് അതിപ്പോൾ ചോദിക്കാവുന്നതാണ്. ആൾക്ക് ചോദിക്കാം. മുഫീദ. മുഫീദ, ആ സർ. ഓക്കെ, ഹാൻഡ് ഓവർ ടു യു. ആൾക്ക് ചോദിക്കും. ഓക്കെ, മണി സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, നേരത്തെ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിട്ട്, മാജിക് മോർണിംഗ് പറയാൻ വേണ്ടിട്ട് ഇതായത്, അപ്പൊ അങ്ങനെ. ഓക്കെ ഓക്കെ, അപ്പം സേഫ് സാർ പറഞ്ഞ പോലെ ആർക്കും ചോദിക്കാം. ഇതുവരെയുള്ള സെഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഇന്നിപ്പം സാർ പറഞ്ഞു ഡിസ്കഷൻ ആണ്, സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലെ? എനിക്ക് മണി സാറേയും സേഫ് സാറും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ആർക്കും ഡൗട്ടൊന്നുമില്ല? പുതുതായിട്ട് ജോയിൻ ചെയ്ത ആർക്കെങ്കിലും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് അറിയാത്തതോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുവോ? ഒരാൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങനെ മറ്റുള്ളവരിങ്ങനെ ചോദിച്ചോളൂ. ആരാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ? ആരുമില്ല? ഓക്കെ, ആരുമില്ലെങ്കിൽ തോന്നുന്നുണ്ട്. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഞാൻ പിന്നെ നിങ്ങളോട് ചോദിക്കാന്ന് കരുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും സംശയം ഇല്ലെങ്കിൽ എനിക്കൊരു സംശയങ്ങളുണ്ട്, ഇപ്പൊ ഞാൻ ചോദിക്കാം. ഓക്കെ, എൻ്റെ കുറച്ച് ഡൗട്ട്സ് ചോദിക്കാം, അതിന് നിങ്ങൾ ഇത് തന്നാൽ മതി. ഓക്കെ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസിന്റെ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന്റെ ആവശ്യം, ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ട് ടാഞ്ചിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാലണ്ടർ റിസൾട്ട് വരുന്ന സമയത്ത് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റി, ഓക്കെ, എൻ്റെ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ എനിക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകൾ പറ്റിയിട്ടുള്ള ആളുകളൊന്ന് എസ് കമന്റ് ചെയ്തേ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഫിനാൻസ് ഒക്കെ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളൊന്ന് എസ് കമന്റ് ചെയ്തേ. ബഷീർ സാർ ഉണ്ട്. ബാക്കി ബഷീർ സാർ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടതുകൊണ്ട് ഫിനാൻസ് ഒന്നും തുടങ്ങിയല്ല. ബഷീർ സാർ 20-25 വർഷം മുമ്പേ വെൽ ഫിനാൻഷ്യൽ പ്ലാൻ തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളാണ്. ബാക്കിയുള്ള ആളുകളൊന്ന് ഇതിന് ശേഷം ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റി. അഖില മാം. ഓക്കെ, വേറുള്ള ആളുകൾക്ക് ഒന്നും പറ്റിയിട്ട് എന്തുകൊണ്ടാണ് പറ്റാത്തത്, അതാണ് നമ്മളത്തെ ഡിസ്കഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു സംഭവം നിങ്ങൾ ബേസിക്കലി നിങ്ങളോട് പ്രോമിസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് 1912 പിന്നെ ഇറങ്ങിയൊരു ബുക്കാണ്. 1911 കേട്ടോ. ഓക്കെ, ആ ഒരു ബുക്കിന്റെ പേര് എന്ന് പറഞ്ഞാൽ യുവർ വോയിസസ് ആൻഡ് ഹൗ ടു യൂസ് ദം. അതിൽ ക്രിസ്റ്റ്യൻ ഡി ലാർസൺ എന്ന് പറഞ്ഞ ആള് നമ്മളോട് പ്രോമിസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ പ്രോമിസ് നിങ്ങളോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ഏരിയയിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എന്താണ് ഈ പ്രോമിസ് വെച്ച് കഴിഞ്ഞാൽ, പ്രോമിസ് യുവർ സെൽഫ് ടു ബി സ്ട്രോങ് ദാറ്റ് നത്തിങ് ക്യാൻ ഡിസ്റ്റർബ് യുവർ പീസ് ഓഫ് മൈൻഡ്. ഒന്നാമത്തെ കാര്യം എന്താ, നമ്മൾ അത്രയും സ്ട്രോങ് ആവുക. എത്രമാത്രമാണ് സ്ട്രോങ് ആവേണ്ടത്? നത്തിങ് ക്യാൻ ഡിസ്റ്റർബ് യുവർ പീസ് ഓഫ് മൈൻഡ്.
ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ടു ബി സ്ട്രോങ് ദാറ്റ് നത്തിങ് ക്യാൻ ഡിസ്റ്റർബ് യുവർ പീസ് ഓഫ് മൈൻഡ്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് ഒന്നിനും ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കാത്ത അത്രയും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാറാന്നുള്ളത്. ഇപ്പോ ഒരു വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട. നിങ്ങൾ എവിടെയെങ്കിലും പൃഥ്വിരാജ് അതിനെതിരെ പ്രതികരിക്കുന്ന എന്തെങ്കിലും വാക്ക് കേട്ടോ? പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാള് പക്ക ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു സംഭവം ഉപയോഗിക്കുന്ന ഒരാളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടോ അയാൾ എവിടെയെങ്കിലും അതിനെതിരെ പ്രതികരിക്കുന്നേ? ഇല്ല. കാരണം എന്താ? നിങ്ങളെ മൈൻഡിൽ ഒരു കാര്യം ഡിസ്റ്റർബ് ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വ്യക്തി നിങ്ങൾ മാത്രമാണ്. ഇപ്പോ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനതിന് ടെൻഷൻ ആവണോ വേണ്ടെന്നുള്ളത്. അപ്പൊ ഒന്ന് നമ്മൾ നോക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡിൽ ഡിസ്റ്റർബ് ആവുന്നുണ്ടോ? ഈ ഡിസ്റ്റർബ് ആവുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഡിസ്റ്റർബ് ആകുന്നതിനെ ഓവർകം ചെയ്യാനും വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാൻ, അതിനുള്ള നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൂട്ടാൻ ഇതിനെന്താണ് ചെയ്യാൻ സാധിക്കുക? കാരണം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സിനനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ. ഇപ്പൊ നമുക്കൊരു കരിയർ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ഫിനാൻസ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് അത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുന്നത്? ഇതൊരു സിംഗിൾ മൊമെന്റിൽ എത്തുന്ന സംഭവമല്ല, ഇതൊരു കണ്ടിന്യൂസ് ജേണിയാണ്. ഈ കണ്ടിന്യൂസ് ജേണിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണോ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ്? ഇലോൺ മസ്ക് അല്ലേ? ഇലോൺ മസ്കിനെ അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത്. ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിനെ അറിയാം? അറിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടാവുന്നില്ല എന്ന് ചിന്തിച്ചാൽ മതി. ഇലോൺ മസ്കിനെ അറിയുന്ന ആളുകൾ നൗഫലിനെ അറിയാം, ഷീല മാമിനെ അറിയാം, ബീന മാമിനെ അറിയാം, മണിസാർക്ക് അറിയാം. വെരി ഗുഡ്. ഓക്കെ. ഈ ഒരു വ്യക്തിയുടെ 5 വർഷം മുമ്പത്തെ അദ്ദേഹത്തിന്റെ സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ ടെസ്ല എന്ന് പറയുന്ന കമ്പനി ബാങ്ക്രപ്റ്റഡ് ആവാൻ വേണ്ടി പോവാണ്. വിത്തിൻ ഡേയ്സ് അത് ബാങ്ക്രപ്റ്റഡ് ആവും. ഓക്കെ. അതേപോലെ ഇദ്ദേഹത്തിന്റെ അതിന് മുമ്പത്തുള്ള സ്പേസ് എക്സും ഒരു സമയത്ത് ബാങ്ക്രപ്റ്റഡ് ആവുന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ളത്. ഓക്കെ. ഇന്നൊരു രാജ്യത്തിനേക്കാളും പവർ ഉണ്ട് അദ്ദേഹത്തിന്. ഒരു രാജ്യത്തിനേക്കാളും പവർ എന്ന് പറയുമ്പോൾ എത്രമാത്രം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സാറ്റലൈറ്റ് നെറ്റ് വയ്ക്കുന്ന സ്റ്റാർലിങ്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളുകൾ എതിർത്തിട്ട്, അതിനെ വരെ എതിർത്തിട്ട് അദ്ദേഹം അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യിച്ചു. അത്രയും പവർഫുൾ ആണ് വ്യക്തി എന്ന് പറയുമ്പോൾ. അപ്പൊ ആ വ്യക്തിയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് വെച്ചാൽ, എന്താണ് നിങ്ങളുടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്താണ് അത് എങ്ങനെ തരണം ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഒറ്റ ഡയലോഗ് അദ്ദേഹം പറഞ്ഞു, നെവർ ഗിവ് അപ്പ്. അതേപോലെ തന്നെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് ട്വിറ്റർ അദ്ദേഹത്തിന്റെ കമ്പനിയാണ്. ട്വിറ്ററിൽ ട്വീറ്റ് വരാണ്. ഓക്കെ. ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് നെക്സ്റ്റ് ട്വീറ്റാണ്, ഓ ഈസ് സ്ട്രേഞ്ച്, അത് അത്ഭുതമായിരിക്കുന്നല്ലോ. 1 അവർ കഴിഞ്ഞപ്പോൾ ഒരു ട്വീറ്റും കൂടെ വന്നു. ആ ട്വീറ്റിൽ ഉണ്ടായിരുന്നത് വെച്ചാൽ ബാക്ക് ടു വർക്ക് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ദിവസം വർക്ക് ചെയ്യാറുള്ളത് 18ഓളം മണിക്കൂറാണ്. സ്റ്റിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട സംഭവം എന്താണ്? നമ്മളുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കണമെങ്കിലും ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ടു ടോക്ക് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുക, ഹാപ്പിനെസ് സന്തോഷത്തിനെ കുറിച്ച് സംസാരിക്കുക, പ്രോസ്പെരിറ്റിയെ സംസാരിക്കുക. ടു എവറി പേഴ്സൺ യു മീറ്റ്, നിങ്ങൾ കാണുന്ന ആളുകളോട് നിങ്ങൾ നല്ല ഒരാളെ കാണുമ്പോൾ സമയത്ത് തന്നെ എന്താ യാഗം മെലിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ആയിരിക്കുന്നത്, എന്താണ് അത് കല്യാണം ഇനിയും ആയില്ലേ, എനിക്ക് വീടായില്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അവരെന്ത് സംസാരിക്കുന്നതല്ല, നിങ്ങളൊരു മനുഷ്യനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ആരോഗ്യത്തിനെ കുറിച്ചോ സന്തോഷത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയെ കുറിച്ചിട്ടോ ഒക്കെ ഞാൻ സംസാരിക്കുള്ളൂ. അയാളോട് നല്ല കാര്യങ്ങൾ, അയാളെ ആക്റ്റീവ് ആക്കുന്ന, അയാൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയെ ഞാൻ കൊടുക്കുള്ളൂ എന്നുള്ളത്. കാരണം ചില ആളുകളുണ്ടാവും, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നമ്മൾ പോവുകയല്ല. കാരണം എന്താ? അവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പാർട്ടൊക്കെ ചോദിക്കുക. ഒരാൾക്ക് വിഷമം ഉണ്ടെന്ന്, ഇപ്പൊ കല്യാണം കഴിയാതെ നിൽക്കുന്ന ഒരാളാണ്,
നിങ്ങൾ അവരെ കാണുമ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ചോദിക്കേണ്ട കാര്യം അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അവർ കല്യാണം ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചറിയിച്ചോളൂ. ഓക്കെ. അല്ലെങ്കിൽ അവർ കാണുമ്പോൾ നിങ്ങളോട് പറയും, അയ്യോ നിന്നെ കണ്ടപ്പോൾ പറയാൻ മറന്നു പോയിട്ട് എന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞോളൂ. ക്ലിയർ ആണോ? നമ്മളുടെ ഒരു വാക്ക്, നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും മാക്സിമം മറ്റൊരാൾക്ക് സന്തോഷം നൽകുന്ന വാക്കുകളാക്കാണെന്ന് ഉറപ്പുവരുത്തുക. ടു മേക്ക് ഓൾ യുവർ ഫ്രണ്ട്സ് ഫീൽ ദാറ്റ് ദർ ഇസ് സംതിങ് വർത്ത് വെൽ ഇൻ ദം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഓരോ സുഹൃത്തുക്കൾക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ഷുവറാക്കുക. എന്താണ്, നിങ്ങളുടെ ഓരോ സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ വർത്ത് വെയിലായിട്ട് നിങ്ങളുണ്ട് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ടു ലുക്ക് അറ്റ് ദ സണ്ണി സൈഡ് ഓഫ് എവറിത്തിങ് ആൻഡ് മേക്ക് യുവർ ഒപ്റ്റിമിസം കം ട്രൂ. ഓക്കെ. എല്ലാത്തിൻ്റെയും ഒരു സണ്ണി സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എന്താ സണ്ണി സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ്, വെളിച്ചമുള്ള ഭാഗത്തേക്ക്. അതിൻ്റെ ഡാർക്ക് സൈഡിലേക്കല്ല, വെളിച്ചമുള്ള ഭാഗത്തേക്ക് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് എന്ത് ചെയ്യുക, ഒപ്റ്റിമിസം കം ട്രൂ, നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം ഇതാവുക. ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ അറിയുന്ന ഒരാളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നല്ല. ലോ ഓഫ് അട്രാക്ഷൻ അറിയുന്ന ഒരാളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അയാൾക്ക് ഒപ്റ്റിമിസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറയും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അയാൾക്ക് പറയാൻ സാധിക്കണം, അൽഹംദുലില്ലാ, താങ്ക് യു ഗോഡ്, അരിഗാത്തോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം തന്ന് എന്നെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് നന്ദി. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതല്ല. ബഷീർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ദൈവത്തിനോട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാറില്ല, പകരം പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാറുള്ളത്. ദാറ്റ്സ് എ റിയൽ ജേണി. നിങ്ങൾ ദൈവമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറികൾ അല്ലെങ്കിൽ മതമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറികൾ പഠിക്കുമ്പം യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഓക്കെ. മുഹമ്മദ് നബിനെ കുറിച്ച് പഠിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ശ്രീരാമനെ കുറിച്ച് പഠിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? സീതാദേവിനെ കുറിച്ച് പഠിച്ചു നോക്കുക, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഓക്കെ. അത്രയും ദൈവങ്ങൾക്ക് പോലും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന് പ്രിയപ്പെട്ട ആളുകളായിട്ടുള്ള ആളുകളുടെ നിങ്ങൾ പഠിക്കുമ്പോൾ അവർ വരെ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനല്ല, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി മതം ഉള്ളതാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും ഇപ്പൊ പറയുന്ന ഇലോൺ മസ്ക് ആണെങ്കിലും ഏതൊരാളാണെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യുന്ന കപ്പാസിറ്റി നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മൈൻഡ് പവർ കൂട്ടിക്കൊണ്ടിരിക്കുക. ടു തിങ്ക് ഓൺലി ഓഫ് ദ ബെസ്റ്റ്. ഇത് നിങ്ങൾക്ക് കൊടുക്കേണ്ട പ്രോമിസ് ആട്ടോ. ടു തിങ്ക് ഓൺലി ഓഫ് ദ ബെസ്റ്റ്. എല്ലാത്തിൻ്റെയും നല്ല വശത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. ടു വർക്ക് ഓൺലി ഫോർ ദ ബെസ്റ്റ്. എല്ലാത്തിലെയും ബെസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരിക്കുക. ആൻഡ് ടു എക്സ്പെക്ട് ഓൺലി ടു ദ ബെസ്റ്റ്. ടു എക്സ്പെക്ട് ഓൺലി ദ ബെസ്റ്റ്. എന്താണ്, ബെസ്റ്റ് മാത്രം എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക. നിങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ബെസ്റ്റ് മാത്രം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ എന്താണ്, എങ്ങനെയാണ് ബെസ്റ്റ് മാത്രം എക്സ്പെക്ട് ചെയ്യല്? ഫോർ എക്സാമ്പിൾ, ഓക്കെ, നിങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ എമർജൻസി ആയിട്ട് സ്ഥലത്തേക്ക് പോവുക. എമർജൻസി ആയിട്ട് സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വണ്ടിയുടെ ടയർ അങ്ങോട്ട് പഞ്ചറായി. ഞാൻ മിനിയാന്ന് മോർണിംഗ് ഒരു ഞായറാഴ്ച 9:30 കൊണ്ടോട്ടിയിലെ ഷോപ്പിൽ പോവാണ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ സാധനമൊക്കെ മേടിച്ച് വരുമ്പോൾ അതിൻ്റെ ഓണറാന്ന് തോന്നിക്കുന്ന ഒരാൾ അവിടെ വന്നിരുന്നു. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് മറ്റേ ആളുടെ അവസ്ഥ എന്താ. ഇപ്പം പറയാണ് സീനാണ്. അപ്പം എന്താന്ന് എനിക്കറിയില്ല, എന്തോ പറയാണ്. പിന്നെ അയാൾ പറയുന്നുണ്ട് ഒരു ലക്ക പണ്ടാറടങ്ങാൻ. ഓക്കെ, ഏറ്റവും മോർണിംഗിൽ പറയണം എന്താണ്, ഷോപ്പിൽ വന്നിട്ട് ഒരു ലക്ക പണ്ടാറടങ്ങാൻ. പണ്ടാറടങ്ങാന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. അതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അതായത് പണ്ട് വസൂരി വന്ന സമയത്ത് ആ ആളുകളെ കൊണ്ടുപോയിട്ട് കത്തിക്കുന്ന രംഗത്തിനാണ് പണ്ടാറടക്കുക എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മൈൻഡിൽ നിന്ന് രാവിലെ വരുന്നത് വെച്ചെങ്കിൽ നമ്മളുടെ മൈൻഡ് എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആണ്, നമ്മളിലേക്ക് എന്താണ് അട്രാക്ട് ചെയ്യാൻ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇത് എന്തുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ആ പെരുന്നാളിന്റെ സീസണിൽ അവർക്ക് ഒരുപാട് തിരക്കാണ്. അപ്പൊ ആ തിരക്കുള്ള സമയത്ത് ഒരു ഷാഫ് ലീവ് ആകുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റിലൂടെ അത് കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന തിരക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നെഗറ്റീവ് ആക്കണം. നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കാം. നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾക്ക് ബിസിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ബിസിയാണ്. എന്തൊരു മടുത്ത ലൈഫ്, എനിക്ക് ബിസിയാണെന്ന് നിങ്ങൾ ഇത് മടുത്തു പോയി എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ, അല്ലെങ്കിൽ ആ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതെനിക്കുള്ള കൽപ്പനയാണെന്നുള്ള ലോ ഓഫ് അട്രാക്ഷൻ. എനിക്ക് ജോലി മടുത്തുപോയി, താമസിയാതെ ജോലിക്ക് പോയിക്കോളും. എനിക്ക് ജീവിതം മടുത്തുപോയി, താമസിയാതെ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വന്നോളും. അപ്പൊ നിങ്ങൾ പറയുന്നത് ഒക്കെ പോസിറ്റീവായിട്ടാണ് യൂണിവേഴ്സ് കേൾക്കുക. യൂണിവേഴ്സിന് അറിയില്ല എന്താണ്
ഇവനിത് വേണ്ടാന്നല്ല പറയുന്നത്, വേണ്ടാന്നാണെന്നില്ല, നിങ്ങൾ എന്താണോ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ അങ്ങനത്തെ നിമിഷത്തിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ നിമിഷത്തിൽ പോലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്താണ് ഇതിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്. ക്ലിയർ ആണോ? അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റണം ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൂടെ നല്ലതിനാണ് എന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടിരിക്കുക. ടു ബി ജസ്റ്റ് ആൻ എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദ സക്സസ് ഓഫ് അതേഴ്സ് ആസ് യു ആർ അബൌട്ട് യുവർ ഓൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ഇതിനൊരു സിംഗിൾ വേർഡിലേക്ക് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടി ആര് കൈയടിക്കുന്നുവോ അവൻ വിജയിക്കും. നിങ്ങളുടെ വിജയത്തിനെക്കാട്ടിലും ഒരാളുടെ വിജയത്തിൽ ആര് സന്തോഷിക്കുന്നുവോ, നിങ്ങൾ സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിനേക്കാളും നിങ്ങൾ ടീമിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നുവോ, എൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എൻ്റെ അനിയൻ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ എന്നെക്കാളിലും വിജയിക്കുമ്പോൾ ഞാൻ അവന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നുവോ, എൻ്റെ സുഹൃത്തിനെക്കാളിലും അവന്റെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുന്നുവോ, അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് പല ആളുകളുടെയും ഹാപ്പിനെസ് പോകുന്നത്, ഇപ്പൊ ഞാനൊരു ആപ്പിൾ 16 മേടിച്ചു, ആപ്പിൾ 16 Pro മേടിച്ചു. അപ്പോഴാണ് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ആപ്പിൾ 17 Pro വന്നു കഴിഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മിനിറ്റ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും വീഡിയോ ഓഫ് ആണോ? വീഡിയോ ഓഫ് ആണെങ്കിൽ ഞാൻ വീഡിയോ ഓഫ് ആക്കാം. ഓക്കെ. ടു ബി മറ്റുള്ളവരുടെ എന്ത് ചെയ്യുക, സന്തോഷത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. ടു ഫോർഗെറ്റ് ദ മിസ്റ്റേക്ക് ഓഫ് ദ പാസ്റ്റ് ആൻഡ് പ്രസ് ഓൺ ടു ദ ഗ്രേറ്റർ അച്ചീവ്മെന്റ്സ് ഓഫ് ദ ഫ്യൂച്ചർ. കഴിഞ്ഞു പോയ കാലങ്ങൾ, നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലങ്ങളുടെ കർമ്മത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും പ്രസ് ഓൺ ദ ഗ്രേറ്റർ അച്ചീവ്മെന്റ്സ് ഓഫ് ദ ഫ്യൂച്ചർ. നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിലെ ഭാവിയിൽ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ പണം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നല്ല സമ്പത്ത് ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് വെച്ചെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ അതിനെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ തിരിച്ചറിവ് ഉണ്ടാക്കി വെക്കുക, എന്താണ് ഇതുവരെ എനിക്ക് ലഭിക്കാത്തതിന്റെ കാരണം എൻ്റെ കഴിഞ്ഞ കാലങ്ങളുടെ പ്രവൃത്തിയായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് എൻ്റെ ആക്ഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു, അഫർമേഷൻ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ എത്രമാത്രം പ്രാധാന്യമാണോ അതേ പ്രാധാന്യം നിങ്ങളുടെ ആക്ഷൻസിന് ഉണ്ടെന്ന് തിരിച്ചറിയാം. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യുക, ടു ഫോർഗെറ്റ് ദ മിസ്റ്റേക്ക് ഓഫ് ദ പാസ്റ്റ്. നിന്റെ പാസ്റ്റുകൾ നീ മറക്കുക, ആൻഡ് പ്രസ് ഓൺ ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ളത്. പിന്നെന്താ അടുത്തത് പറയാണ്, to wear a cheerful expression at all time and give a smile to every living creature you meet. ഇതിന്റെ അർത്ഥം എന്താ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നമുക്ക് വരികയാണെങ്കിൽ നമ്മളൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസ്, നല്ല ഹെവി ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി ഉള്ള ആളുകളായിട്ട് മാറും. നിങ്ങൾ എല്ലാ ആളുകൾക്കും ഇഷ്ടമായിരിക്കും ഈ ഒരൊറ്റ ക്വാളിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. എന്താണത്, ആർക്കാ പറയാൻ സാധിക്കുക? To wear a cheerful expression at all time and give a smile to every living creature you meet എന്നുള്ളതിന്റെ മീനിങ് ആരാ പറയാ? ആർക്കും പറയാം, ഞാൻ തന്നെ പറഞ്ഞു എഴുതിയില്ല. ആരും പറയില്ലേ? മ്യൂട്ട് ചെയ്യാൻ പെർമിഷൻ അല്ലേ? ഹലോ, മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സന്തോഷത്തോടെ ഹാപ്പിയോടെ എല്ലാവരും ഹാപ്പിയോടെ, വെരി ഗുഡ്. സന്തോഷത്തോടെ ഒരു നല്ല പുഞ്ചിരിച്ച മുഖത്തോടെ എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുക, ഇടപെടുകയും ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ പറഞ്ഞ ബീരമാണോ? അതെ. ഓക്കെ, ഗുഡ്. ഓക്കെ, എന്താണ് നിങ്ങൾ ദൈവം സൃഷ്ടിച്ച ഓരോ വ്യക്തികളെ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ചിയർഫുൾ ആയിട്ടുള്ള, ചിയർഫുൾ ലേഡീസിനെ കണ്ടില്ലേ നമ്മൾ ഈ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഓരോ 6ഉം 4 ഒക്കെ അടിക്കുമ്പോൾ ചാടി കളിക്കുന്ന അത്രയും ചിയർഫുൾ ആയിരിക്കുക.
എപ്പോഴും നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു വിന്നറെ പോലെ ഇങ്ങനെ ആളുകൾക്ക് തോന്നും. നിങ്ങളിങ്ങനെ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ഒരു പോസിറ്റീവ് എനർജി തോന്നണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഓരോ സൃഷ്ടിയെ കാണുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും സന്തോഷവാനായിരിക്കുക. ടു ഗിവ് സോ മച്ച് ടൈം ടു ഇംപ്രൂവിങ് യുവർ സെൽഫ് ദാറ്റ് യു ഹാവ് നോ ടൈം ടു ക്രിട്ടിസൈസ് അതേഴ്സ്. മറ്റുള്ളവർക്ക് നിങ്ങളെ കുറ്റം പറയാൻ സമയമില്ലാത്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് അടുത്ത ഫിലിമിന്റെ ഷൂട്ടിങ്ങിൽ കയറിയിട്ടുണ്ടാവും. നമ്മൾ വേറെ എന്തൊക്കെയോ വീഡിയോ കോലായാലും സോഷ്യൽ മീഡിയയിലും കയറി ഇതിനെ ചർച്ച ആയിരിക്കും. അദ്ദേഹത്തിന്റെ അടുത്ത ഫിലിമിനുള്ള ഷെഡ്യൂൾ കൊടുത്ത് അതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടാവും. കുരക്കുന്നവർ അവിടെ കുരച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ ടു ഗിവ് സോ മച്ച് ടൈം ടു ഇംപ്രൂവിങ് യുവർ സെൽഫ് ദാറ്റ് യു ഹാവ് നോ ടൈം ടു ക്രിട്ടിസൈസ് അതേഴ്സ്. മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ സമയമില്ലാത്ത അത്രയും നിങ്ങൾ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സമയം സ്പെൻഡ് ചെയ്യാം. ടു ബി ടു ലാർജ് ഓഫ് വറി, ടു നോബിൾ ഓഫ് ആങ്കർ, ടു സ്ട്രോങ് ഓഫ് ഫിയർ ആൻഡ് ടു ഹാപ്പി ടു പെർമിറ്റ് ദ പ്രസൻസ് ഓഫ് ട്രബിൾ. എന്താണ് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾക്കുണ്ടാവുന്ന ദേഷ്യമോ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന വറീനസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിയറോ അല്ലെങ്കിൽ നമ്മളുടെ ഹാപ്പിയുള്ള സമയത്ത് ഒന്നിലും എന്ത് ചെയ്യരുത്, കൂടുതലാവാതിരിക്കുക. സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ ഓക്കെ, എല്ലാത്തിനും എന്ത് ചെയ്യുക, ഒരു മിതത്വം പാലിക്കുക. ടു തിങ്ക് വെൽ ഓഫ് യുവർ സെൽഫ് ആൻഡ് ടു പ്രോക്ലെയിം ദീസ് ഫാക്ട് ടു ദ വേൾഡ്, നോട്ട് ഇൻ ദ ലൗഡ് വേൾഡ് ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ് ഡീഡ്സ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക, എന്നിട്ട് ഈ ഡീഡിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, വളരെ ബോധവാന്മാരാവുക. ടു ലിവ് ഇൻ ദ ഫെയ്ത്ത് ദാറ്റ് ദ ഹോൾ വേൾഡ് ഈസ് ഓൺ യുവർ സൈഡ് സോ ലോങ് ആസ് യു ആർ ട്രൂ ടു ദ ബെസ്റ്റ് ദാറ്റ് ഈസ് ഇൻ യു. നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ഈ ലോകത്തിൽ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ കാണുന്ന പ്രശ്നങ്ങളെക്കാളും കൂടുതൽ എത്രയോ ആളുകൾ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ആ ലോകത്തിൽ തന്നെ നിങ്ങളെ സഹായിക്കുന്ന, പരസ്പരം സ്നേഹത്തോടെ കൈമാറുന്ന, പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ പുറത്തുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടു ലിവ് ഇൻ ദ ഫെയ്ത്ത് ദാറ്റ് ദ ഹോൾ വേൾഡ് ഇൻ യുവർ സൈഡ്. നിങ്ങളെപ്പോഴും യൂണിവേഴ്സ് എപ്പോഴും പൗലോക്കോല പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ആ ആഗ്രഹം തീവ്രമാണെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി യൂണിവേഴ്സ് എപ്പോഴും കൂടാതെ ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ സൈഡിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ സൈഡിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. സോ ലാങ് ആസ് യു ആർ ട്രൂ ടു ദ ബെസ്റ്റ് ദാറ്റ് ഈസ് ഇൻ യു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിൽ ഒരാളുണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്, ആ ശക്തിയിൽ ബെസ്റ്റ് വേർഷനായിട്ട് നിങ്ങൾ മാറും. ഇതാണ് ഇദ്ദേഹം 1912 എഴുതിയിരിക്കുന്ന ഒരു ക്രീഡ് എന്ന് പറയുന്നത്. ഈ ക്രീഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് മുതൽ ഞാൻ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അയാളോട് അയാൾക്ക് സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ എന്നൊന്ന് തീരുമാനിക്കും. ഏറ്റവും മിനിമം. ഞാൻ മനുഷ്യനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നുള്ള തീരുമാനിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് നല്ലതിനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. എപ്പോഴും ഗീതാവചനം പറയുന്നത് പോലെ എന്താണ്, സംഭവിച്ചിരിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളത് നല്ലതിന്. ഖുർആൻ പറയാണ്, ഒരു വിശ്വാസി അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടില്ല. സങ്കടം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സങ്കടമൊക്കെ നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്കാറ്. ഒരു വിശ്വാസി അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വെറീഡ് ആവില്ല, ആങ്സൈറ്റി അദ്ദേഹത്തിന് ഉത്കണ്ഠ ഉണ്ടാവില്ല. കാരണം എന്താ, അയാൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പോകും അല്ലെ, നമ്മൾ ഇപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ചു പോകും. അച്ഛൻ്റെ കൈ പിടിച്ച് നമ്മൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാവും, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട്, അച്ഛൻ എന്നെ സംരക്ഷിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. ഓക്കെ, എന്നതുപോലെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത്, ഇതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, ഇതെന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക, കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന എത്ര ക്വാളിറ്റി നമുക്കുണ്ട് നോക്കുക. അതിൽ ഏതൊക്കെ ക്രീഡുകൾ, അതിൽ പറയുന്ന ഏതൊക്കെ വരികളാണ് എൻ്റെ ലൈഫിൽ ഇല്ലാത്തത് നോക്കുക. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് കൈയടിക്കാൻ സാധിക്കാറുണ്ടോ നോക്കുക. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് കൈയടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിന് ആനന്ദിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിരിക്കും. വാട്ട് യു വിൽ ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇതേപോലെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുടെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി റൈറ്റ് നൗ. നിങ്ങൾ അവരെ അറിയിക്കണം, നിങ്ങൾ അവരെ ബീമേജിലേക്ക് ക്ഷണിക്കണം. ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും ക്ലാസ് എടുക്കുന്ന പ്രവീണ മാമിൻ്റെയോ ഓസ്റ്റിൻ സാറിൻ്റെയോ ജാഫർ സാറിൻ്റെയോ എൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ ക്ലാസ് എടുത്ത് പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു വാക്ക് മതിയാവും, ഒരു ഹലോ മതിയാവും, ഒരു കോട്ട് മതിയാവും ഒരു മനുഷ്യന്റെ ജീവിതം ചെയ്യിക്കാൻ. ഓക്കെ, ഞാനിന്ന് പറഞ്ഞിരിക്കുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കേട്ടിരിക്കുന്ന 25 പേർക്ക് ക്ലാസ് ശ്രദ്ധിച്ച 25 പേർക്ക് 25 രീതിയിലായിരിക്കും അതിന് മനസ്സിലായിട്ടുണ്ടാവുക. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഏത് വാക്കാണ് നിങ്ങൾക്ക് സ്പാർക്ക് ആയിരിക്കുന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്പാർക്ക് ആയിട്ടുള്ളത് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, ഏതോ ഒരു വാക്ക് മതിയാവും ഒരു മനുഷ്യന്റെ ലൈഫിൽ നിങ്ങൾക്ക് സ്പാർക്ക് ആവാനും വേണ്ടിയിട്ട്. നിങ്ങളുടെ ഒരു അപ്രിഷിയേഷൻ മതിയാവും മറ്റൊരു മനുഷ്യന് വിജയിക്കാനും വേണ്ടിയിട്ട്. എല്ലാം ശരിയാവുമെന്ന് നിങ്ങൾ തോളിൽ തട്ടി പറയുന്നത് മതിയാവും മറ്റൊരാൾക്ക് വിജയിക്കാനായിട്ട്. സോ നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളുടെ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹോപ്പായിട്ട്, ഒരു പ്രകാശമായിട്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുക. കഴിയുന്നതും അവരുടെ പ്രശ്നങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ നിങ്ങൾ കൂടുതൽ ചോദിക്കാതിരിക്കുക. അവര് പോസിറ്റീവായിട്ട് നിൽക്കുക, നമ്മളും പോസിറ്റീവായിട്ട് നിൽക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വരും. ഓക്കെ, പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണിത്. നിങ്ങൾ ക്വിക്കായിട്ട് എന്ത് ചെയ്യരുത്, എനിക്ക് ഇന്ന് തന്നെ വേണമെന്നുള്ള രീതിയിൽ നിങ്ങൾ പൂമ്പാറ്റയുടെ പിന്നാലെ പോകുന്ന ആളാവുന്നതിന് പകരം ഒരു പൂന്തോട്ടം സൃഷ്ടിക്കാൻ നോക്കുക. ഓക്കെ, പൂമ്പാറ്റ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ 2 മാർഗ്ഗമുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബട്ടർഫ്ലൈന്റെ പിന്നാലെ പോവുക. അപ്പോൾ ഒന്നിനെ കിട്ടി മറ്റൊന്നിന്റെ പിന്നാലെ ഓടുമ്പോൾ ആദ്യം കിട്ടിയതിൽ മരിച്ചിട്ടുണ്ടാവും. അതിന് നിങ്ങളുടെ അളുക്കളൊക്കെ ഇട്ടിച്ച് തിരിച്ചു വരുമ്പോൾ അത് മരിച്ചിട്ടുണ്ടാവും, പിന്നാലെ പോയി കിട്ടിയിട്ടുണ്ടാവില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കി വെക്കുക. ആ പൂന്തോട്ടത്തിലേക്ക് കുറേ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി പറന്നു വരും. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക, ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ബട്ടർഫ്ലൈകൾ വരട്ടെ. നിങ്ങളുടെ മനസ്സിന് എന്ത് ചെയ്യുക, കൂടുതൽ പോസിറ്റീവ് ആക്കുക. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന വ്യക്തികളൊക്കെ നിങ്ങൾക്ക് പൂമ്പാറ്റകളെ പോലെ എന്ത് ചെയ്യുക, അവരുടെ പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ നോക്കുക, അവരുടെ സണ്ണി ഷെയ്ഡിലേക്ക് നോക്കുക. ഓക്കെ, ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇയാൾ എങ്ങനെ എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം, ഇയാളുടെ ഏത് പോസിറ്റിവിറ്റി എനിക്ക് പറയാം. ഓ ഓക്കെ, ഇപ്പൊ ഇന്ന് രാവിലെ വന്ന സമയത്ത് തന്നെ സിന്ധു മാം പറഞ്ഞു എന്താണ്, സേഫ് സാർ, എന്താണ് സാർ നോമ്പൊക്കെ കഴിഞ്ഞത് ഉഷാറായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ എനിക്ക് എന്ത് സ്വാഭാവികമായിട്ട് എനിക്കൊരു പോസിറ്റിവിറ്റി വരും. ഓക്കെ, ഡു ദിസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കുക. വേറെ ആളെ കാണുമ്പോൾ എന്ത് ചെയ്യുക, അയാളുടെ പോസിറ്റീവ് സൈഡ് പറഞ്ഞു കൊടുക്കുക. അയാളുടെ നെഗറ്റീവ് സൈഡ് പറഞ്ഞു കൊടുക്കുക. അയാളുടെ ചുറ്റുപാട് ഒരുപാട് ആളുകളുണ്ടാവും. അയാളുടെ പോസിറ്റീവ് സൈഡ് പറഞ്ഞു കൊടുക്കുക. ഉഷാറായിട്ടുള്ളടാ, നീ സുന്ദരനായിട്ടുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് വരാം, ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ, പുതിയ വണ്ടിയൊക്കെ മേടിച്ചു അല്ലേ, സൂപ്പർ അല്ലേ, പുതിയ വണ്ടിയൊക്കെ മേടിച്ചില്ലേ, ലോണാല്ലേ. ഓക്കെ, അങ്ങനെയല്ല, പുതിയ വണ്ടിയൊക്കെ മേടിച്ചു അല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്, ക്ലിയർ ആണോ. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്വാളിറ്റി എങ്കിലും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ദെൻ ഫൈനലി ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഒരൊറ്റ ക്വാളിറ്റിയും കൂടി നിങ്ങൾ എപ്പോഴും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരൊറ്റ ക്വാളിറ്റി, നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നുമല്ല പ്രധാനം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഡാഷ് ഈസ് ദ കീ ടു സക്സസ്. പ്ലീസ് ഫിൽ ദ ഡാഷ്. ഡാഷ് ഈസ് ദ കീ ടു സക്സസ്. എന്താണ് ഡാഷ്? ഹാപ്പിനെസ്. No, happiness is part, but something other. എന്താണ്? Dash is the key to success. What is the dash? ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. എന്താണ്? ഇംഗ്ലീഷ് എന്താണ് പറഞ്ഞേ? അപ്രിസിയേഷൻ അല്ല, വേറെ. സ്മൈൽ. നോ, വേറെ. ഹാർഡ് വർക്ക്. നോ, വേറെ. എന്താണ്? Patience, no. Patience ആണോ? Patience, no. ലവ് ആണ് സർ. Love, no. സ്നേഹിക്കുക. അല്ല, വേറെ. Anybody? എന്താണോ ആഗ്രഹിക്കണം അത് തന്നെ ചിന്തിക്കുക. ഏറെക്കുറെ. But there is a single word. എന്താണ്? ഒപ്റ്റിമിസ്റ്റിക് ആണ്. എപ്പോഴും കിട്ടും എന്ന് ചിന്തിക്കുക, അത് തന്നെ നേടും കിട്ടുമെന്ന് ചിന്തിക്കുക. അതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ്? എന്താണ്? ചാരിറ്റി. ചാരിറ്റി അല്ല. തീവ്രമായ അഭിലാഷം.
തീവ്രമായിട്ടുള്ള ആഗ്രഹമല്ല. ആറ്റിറ്റ്യൂഡ് ആണോ സാറ്? നോ, Confident. നോ. I will give you a clue. It start with C. CHM start ചെയ്യുന്നു. കോൺഫിഡൻസ് ആണോ? നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ക്ലാരിറ്റി ആണ്. അല്ല അല്ല Trust. അല്ല, C വെച്ച തുടങ്ങുന്നത്. സ്റ്റാർട്ട് വിത്ത് C. The letter C, കാറ്റിന്റെ C. Trust. കമ്മിറ്റ്മെന്റ് ആണോ? കമ്മിറ്റ്മെന്റ് അല്ല. ഇത് ഒരുപാട് ട്രെയിനേഴ്സ് ഇവിടെ തന്നെ പറഞ്ഞപ്പോ ഞാൻ തോറ്റോ? Consistency is the key to success. Okay. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല ബോഡി വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അതന്നെ എല്ലാത്തിലും നിങ്ങൾ കീപ്പ് ചെയ്യുക. കൺസിസ്റ്റൻസി ആർക്കുണ്ടോ? അപ്പൊ ബിമാജിക്ക് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്. ഇന്ന് ബിമാജിക്കിന്റെ ഇത്ര ഡേയ്സ് നമ്മൾ പിന്നിട്ടു. എത്ര ഡേയ്സ് പിന്നിട്ടു മണി സാർ? എത്ര ഡേയ്സ് പിന്നിട്ടു? 1000 എത്രയോ ഡേയ്സ് പിന്നിട്ടു. എനിക്ക് വരെ എൻ്റെ കൗണ്ട് അറിയില്ല അല്ലെ. ബിമാജിക്കിന്റെ 100ാം ദിനം ആഘോഷവും 500ാം ദിനം ആഘോഷവും 1000 ദിനം ആഘോഷമൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പൊ എത്ര ഡേയ്സ് പിന്നിട്ടെന്ന് അറിയില്ല. സോ നിങ്ങളുടെ ലൈഫിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന പോലെ ചെയ്തോളൂ, റിസൾട്ട് എന്ത് ചെയ്യും? വരും. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള 1763 ക്ലാസ്സുകൾ പിന്നിട്ടു. നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി ബിമാജിക്കിൽ നിങ്ങൾ എത്രമാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ മാത്രമാണോ വരാനുള്ളത്? വേറെ ആളുടെ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടോ? അല്ലെ വേറെ ആളുടെ ക്ലാസ്സിൽ മാത്രമാണോ പങ്കെടുക്കുന്നത്? അല്ല, ഏതൊരു ക്ലാസ്സിൽ നിന്ന് എന്തോ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനെക്കുറിച്ചിട്ട് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം എന്താ, ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം നമ്മുടെ ലൈഫിലുള്ളൂ. ഇംപ്രൂവ്മെന്റ് എത്ര ഇംപ്രൂവ് ആവുക? അണ്ടിൽ അവർ ലാസ്റ്റ് ബ്രീത്ത്, നമ്മളുടെ അവസാന ശ്വാസം വലിക്കുന്നത് വരെ നമ്മളിങ്ങനെ ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുക. ഇസ്ലാമിലൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. മുഹമ്മദ് നബി ഒരു മനുഷ്യനോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് വൈകുന്നേരം മരിക്കും. അപ്പൊ അയാൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നബിയെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന 2 നന്മകൾ എനിക്ക് പറഞ്ഞുതരാമോ ചോദിക്കും. അപ്പൊ നബി പറയും, നീ ഒരു മരം നടുക, നിന്നെ കൊണ്ട് കഴിയുന്ന അത്രയും മരം നടുക. 2, നിനക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് പഠിക്കുക. ഓക്കെ. മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് പോലും നബി കൊടുക്കുന്ന ഉപദേശം എന്താ? നിനക്ക് എന്താണോ പഠിക്കാൻ സാധിക്കുക അത് പഠിച്ചോ. ക്ലിയർ ആണോ? സോ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേക്കുക. എനിക്കൊക്കെ ചില സമയത്ത് ഓരോ ബുക്ക് റിവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് കണ്ണിൽ ചിലപ്പോൾ ഇങ്ങനെ കരച്ചിൽ വരും. ഞാൻ അങ്ങനെ ആലോചിക്കും, എപ്പോഴാണ് ഈ ബുക്കൊക്കെ വായിച്ചു തീർക്കുക? ഓരോ ബുക്കുകളെ കുറിച്ച് ഓരോ ആളുകൾ പറയും ഈ ബുക്ക് ബെസ്റ്റാണ്. അപ്പൊ ഞാൻ ആലോചിക്കും ഈ ബുക്കും ബെസ്റ്റാണ്, ആ ബുക്കും ബെസ്റ്റാണ്. നമുക്ക് ആകെ 25,000 സംതിങ് ദിവസമുള്ളത്. ഒരു 60 വയസ്സ് 70 വയസ്സിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ആ 25,000 അല്ലെങ്കിൽ 30,000 ദിവസങ്ങൾ ഓരോ പുസ്തകം വായിച്ചു തീർത്താൽ നമുക്ക് 30,000 ബുക്ക് ഈ ലോകത്ത് നിന്ന് വായിച്ചു തീർക്കാൻ സാധിക്കുള്ളൂ. ഒരു ദിവസം ഒരു ബുക്ക് വെച്ച് ഞാനും നിങ്ങളും ജനിച്ച അന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ പോലും 30,000 ബുക്ക് മാത്രം വായിച്ചു തീർക്കാൻ പറ്റുന്ന അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള എഡിഷനാണ് നമ്മൾ അല്ലേ. ഒരു 10 ബുക്കോ 20 ബുക്കോ വായിച്ചപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ ആ ലോകത്തിൽ ഏറ്റവും വിവരമുള്ള ആളാണ്. ഓക്കെ. ഈ ലോകത്തിലുള്ള വിവരങ്ങളുടെ നോളജുകളുടെ എത്ര പെർസെൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റും? ഒരു ദിവസം നിങ്ങൾ 24 hours ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റിലുള്ള പോയിന്റ് സംതിങ് നോളജ് നമുക്ക് കിട്ടുമോ? ഇല്ല. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എനിക്ക് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, മറ്റൊരാളുടെ വിജയത്തിന് വേണ്ടിയിട്ട് കൈയടിക്കുന്ന ഒരാൾ സക്സസ് ആവും. മറ്റൊരാളെ വിജയിപ്പിക്കാനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ബിമാജിക് എന്ന് പറയുന്നത്. ബിമാജിക്കിൽ വരിക, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്യുക. അവരൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എങ്ങനെ മറ്റൊരാൾ അപ്രിഷിയേഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് വേറെ കുറെ ആൾക്കാരുടെ ഫോട്ടോ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കൊടുത്തേക്കും ലൈക്ക്, പറ്റുകയാണെങ്കിൽ ഒരു കമന്റ് കൊടുത്തേക്കുക, ലൈക്ക് കൊടുത്തേക്കാൻ. എന്താ, അവർ സന്തോഷിക്കട്ടെ. നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വിടരട്ടെ. ആ ഒരു പോയിന്റെങ്കിലും നിങ്ങളൊന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങൾ മനുഷ്യനെ മീറ്റ് ചെയ്യുമ്പോൾ അയാളുടെ പോസിറ്റിവിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് പ്രതിഞ്ഞെടുക്കാം. ഇനി മുതൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഞാൻ ചിരിക്കുകയും അയാൾക്ക് കൈ കൊടുത്തുകൊണ്ട് അയാളുടെ ഒരു പോസിറ്റിവിറ്റി ഞാൻ പറയുള്ളൂ.
എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ. ബി മാജിക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുമായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിസ്കഷനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം സമയം തന്നു, നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല, പിന്നെ ഞാൻ ആ സമയം ഉപയോഗപ്പെടുത്തി. സോ താങ്ക് യു. ഹാൻഡ് ഓവർ ടു മുഫീദ. ഓക്കെ, താങ്ക് യു സേഫ് സാർ, താങ്ക് യു സോ മച്ച്. അപ്പം സേഫ് സാർ പറഞ്ഞ പോലെ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ടൈം തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ചോദിച്ചില്ല. സോ നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബി മാജിക് അപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ സജഷനും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആരാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സാർ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് ബഷീർ സാർ. സാർ, ഈ വിവരം എല്ലാവരെയും അറിയിക്കാറുണ്ട്. പക്ഷെ ഈ രാവിലത്തെ എണീക്കാതെ ആൾക്കാർക്ക് നന്നാകണം. നമ്മളെന്താ ചെയ്യുക? ഞാൻ പറയണെങ്കിൽ കോഴിമുട്ട പൊട്ടിക്കണം. എല്ലാവർക്കും സ്വർഗത്തിൽ പോണം, പക്ഷെ ആർക്കും മരിക്കാനാവില്ല. പലരും പല വിഷമം വന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ സംഭവം ഉണ്ട്, ഇതിലൊന്ന് കുറച്ച് ദിവസം ജോയിൻ ചെയ്തോളൂ. 2.5 മണിക്കൂർ മെഡിറ്റേഷൻ. പക്ഷെ അത് അത്ര നേരത്തെ എണീക്കണ്ടേ, പറ്റൂല, അത് വിഷമാണ്. അങ്ങനെ ആണ് പൊതുവെ ആളുകളെ വളരെയധികം കൊണ്ട് നടക്കുന്നത്. അതിന്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇതിനെ ഒരു എഫേർട്ട് എടുക്കാൻ ആൾക്കാർക്ക് മടിയാ. ആളെടുത്ത് കഴിക്കാൻ നമ്മളെ മണിസാറിനെ പോലെ ആയിരുന്നു. നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം, സമ്പടി വിൽക്കാം. ഓക്കെ, ആരെങ്കിലും ഒക്കെ നമ്മൾ 100 ആൾക്കാരോട് പറയുമ്പോൾ ഒരു 10 ആൾ എന്തായാലും വരുന്ന ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും ഞാൻ വിശ്വസിക്കാറുണ്ട്. ഓക്കെ, നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം നമ്മളത് കഴിഞ്ഞു. ഓക്കെ, ആക്ഷൻ അയാൾ എടുക്കാതിരിക്കുക. പക്ഷെ നമ്മളുടെ ഒരു കടമ നമുക്ക് കഴിഞ്ഞല്ലോ. അങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം അത് സ്പ്രെഡ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവർക്കും എന്ത് ചെയ്യാം, ബി മാജിക്കിന്റെ പോസ്റ്റർ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിന് നിങ്ങളുടേതായ രീതിയിൽ ആർട്ടിക്കിൾ ചെയ്താൽ. ഓക്കെ, അങ്ങനെയുള്ള സപ്പോർട്ടും കൂടെ എല്ലാവരെയൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ, താങ്ക് യു ബഷീർ സർ. താങ്ക് യു മനു സാർ, താങ്ക് യു കൃഷ്ണമൂർത്തി സാർ, താങ്ക് യു ഷീജ മാം. മാജിക് മോർണിംഗ് എവിടെയാണ്? ലക്ഷദ്വീപ് എന്ത് സംഭവിച്ചു? റേഞ്ച് ഒക്കെ പോയോ? കാണാറില്ല. അപ്പം ലക്ഷദ്വീപ് ഉഷാറായിട്ട് പോകുന്നു അല്ലേ? ലക്ഷദ്വീപ് വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്താണ് കുറച്ചു കാലമായിട്ട് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാ തോന്നുന്നു അല്ലേ? ചെറുതായിട്ട് കഴിച്ചിട്ടോ, ഗസ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്തിരുന്നത്. ആ, അപ്പൊ കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല, ഫെബ്രുവരി കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞു. ഫെബ്രുവരി കഴിഞ്ഞ് നോമ്പായി. നോമ്പിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ചും കൂടെ ഉഷാറായിട്ട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ആളുകളിലേക്ക് എത്തിക്കാൻ. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഒരു 10 പേരോടെങ്കിലും, അപ്പൊ അത് ഇത് ഏറ്റെടുക്കാൻ വിചാരിക്കും. വെരി ഗുഡ്. റേഞ്ചിന്റെ ഇഷ്യൂസ് സോൾവ് ആയോ? ഓക്കെ ആണ്, റെഡി ആയി. ഓക്കെ, അന്നെന്തോ ഇതൊക്കെ ആയിട്ട് റേഞ്ച് ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റെഡി ആയില്ലേ? ഓക്കെ, ശരി. എങ്ങനെയുണ്ട് പിന്നെ ലക്ഷദ്വീപ് പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളൊക്കെ ഒരു ദിവസം ബാക്കിലായിരുന്നു. ഇപ്രാവശ്യം സെയിം ഡേ ആയിരുന്നു. ഓക്കെ, നിങ്ങള് ബി മാജിക്കിന്റെ ഒരു മീറ്റപ്പ് ലക്ഷദ്വീപ് വെച്ച് നടത്തിയായിരുന്നു അടിച്ചോണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, അറേഞ്ച്മെന്റ് ഒക്കെ അവർ ചെയ്യാൻ പറ്റൂലേ? ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു. ഗ്രൂപ്പിൽ വരിക, ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. സുലാബി മാം, ഓക്കെ, നിങ്ങൾ വളരെ ഉള്ള സമയത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഷമീറ മാം, സുലഹാബി മാം, അങ്ങനത്തെ കുറെ ആളുകളൊക്കെ ഒരു സമയത്ത് വളരെ ആക്റ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ നമുക്കൊരു ചടപ്പ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഏതൊരു കാര്യം തുടക്കത്തിൽ എന്തായിരിക്കും, തുടക്കത്തിലൊരു ആവേശം ഉണ്ടാവും. പക്ഷെ ആ ആവേശം നമുക്ക് നിലനിർത്താൻ പറ്റും, ആ ഡോപ്പമിൻ എഫക്ട് നിലനിർത്താൻ പറ്റുമ്പോഴാണ് നമുക്ക് സക്സസ് ആകാൻ സാധിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് വരും. അതിനെ കുറിച്ചിട്ട് ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, ഒരാൾക്ക് നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ
ഒരു തിന്മ വരില്ല. അതിനെക്കുറിച്ച് ആർക്കും സംശയം വേണ്ട. അപ്പം ഞാനിതൊക്കെ ഇവരൊക്കെ വിളിച്ചല്ലോ, അവർ വരുന്നില്ലല്ലോ, ഞാൻ അവരെ നോക്കിയല്ലോ, അവർ ഗ്രൂപ്പിൽ നിന്ന് പോയല്ലോ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഇതല്ല ഒരു ദിവസം റോസിനി മാം എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്റെ മുമ്പിൽ ഒരാൾ വന്ന് നമ്മൾ ഈ കൈ നീട്ടുകയാണെങ്കിൽ ഇപ്പൊ മാഫിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു നമ്മൾ കൊടുത്തേക്കുക, നമ്മൾ കൊടുത്തിട്ട് നമ്മളെ മറക്കുക. ഓക്കെ, എന്നപോലെ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. വേറെ ആളെ വിളിച്ചു, അയാൾ വന്നില്ല, ഇറ്റ്സ് ഓക്കെ, അയാൾ വന്നു, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. താങ്ക് യു സർ. സുലഹദീന. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സുലേഹ മാം. ഓക്കെ സർ, അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? വെയിറ്റ് ചെയ്യണോ അതോ സമയമായി. മീറ്റ് ഉണ്ടോ സർ ഇനി ഇന്ന്? ലീഡേഴ്സ് ആരുണ്ടോ? സിന്ധു മാം, സിന്ധു മാം. ഹലോ, ആ ലീഡേഴ്സ് അതിലെല്ലാരും ഉണ്ടല്ലോ, ബീന് അഖിലൊക്കെ ഉണ്ടല്ലോ ഇതില്. എന്നാൽ ലീഡേഴ്സ് എല്ലാവരും. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ലീഡേഴ്സ് ഇവിടെ നിന്നിട്ട് ബാക്കി എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. താങ്ക് യു all. Thank you very much. Thank you all. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ഹലോ, ഹലോ സാറേ, എന്തായി നമ്മൾ എടുത്ത തീരുമാനങ്ങളൊക്കെ? ഞാൻ സാറ് പറഞ്ഞതുപോലെ ചെയ്യാറുണ്ട്. അതിൽ ഇടയ്ക്ക് ഇപ്പൊ ഒരു 2 ദിവസം ഒരു മരണമായിട്ട് കൊല്ലത്ത് പോകേണ്ടി വന്ന കാരണം 2-3 ദിവസം എഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നപ്പോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട്, ബുക്ക് വായിക്കുന്നുണ്ട്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ല ചോദിക്കുന്നത്, ഗ്രൂപ്പിൽ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ഒരു മീറ്റിംഗ് എല്ലാ ഇതിലും ഒരു നടത്തി നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ലാസ്റ്റ് തീരുമാനം വെക്കണം പറഞ്ഞിരുന്നു സാറ് പറഞ്ഞിരുന്നു, ആഴ്ചയിൽ 2 ദിവസം വെക്കണം എന്ന്. ഞാൻ ഗ്രൂപ്പിൽ ഒരു ദിവസം ഇതുപോലെ പറഞ്ഞിട്ട് ആരും അതിന് പ്രതികരണം ഒന്നും ഉണ്ടായില്ല. പിന്നെ ഒരു ദിവസം വെക്കാൻ പറഞ്ഞപ്പോ ബീന പറഞ്ഞ് എന്താണ് ഒരു നോമ്പൊക്കെ അല്ലേ, അപ്പൊ രാത്രി ബുദ്ധിമുട്ടാവും. പ്രസാദ് സാറിനെ വിളിച്ച് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ് എന്തായാലും ഈ നോമ്പൊക്കെ കഴിഞ്ഞോട്ടെ എന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു. കാരണം പിന്നെ വെച്ചിട്ടില്ല. മീറ്റിംഗുകൾ ഫസ്റ്റ് നടക്കണം. എന്തായാലും ഇനിയിപ്പോ വെക്കാം, ഈ ആഴ്ച തന്നെ നടത്താം, നാളെ വൈകുന്നേരം നടത്താം. ഞാൻ വീണ്ടും പറയാം, വ്യാഴാഴ്ച ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരാൾക്ക് ലീഡർ ആവണമെങ്കിൽ ലീഡർ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലാന്നല്ല പറയുന്നത്, അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നൊരു ഫീലിംഗ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളൊന്നും കൂടെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്, നമ്മളെല്ലാ ഏരിയയിലും പെർഫെക്റ്റ് ആണ്. അപ്പൊ ആ ഒരു ചലഞ്ച് നിങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മസ്റ്റായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അത് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക്, കാരണം നമുക്കൊരു അർഹത വേണം. അപ്പൊ ഞാനൊരു ലീഡറായിട്ട് നിൽക്കുമ്പോൾ എനിക്കൊരു അർഹത ഇല്ലെങ്കിൽ പിന്നെ അത് സ്വാഭാവികമായിട്ടും ആ ഒരു എനർജി ബാക്കിയുള്ള ആളുകളിലേക്ക് പോകുള്ളൂ. ക്ലിയർ ആണോ?
അപ്പൊ നിങ്ങള് എപ്പോഴാണ് മീറ്റിംഗ് വെക്കുക? ഏത് ബേസിലാണ്? നാളെ വ്യാഴം ഞായറാഴ്ച നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വ്യാഴാഴ്ച വ്യാഴാഴ്ച ഒരു 9 മണിയാകുമ്പോ വെക്കാം. എല്ലാവർക്കും സമ്മതമല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി. എന്തായാലും ഗ്രൂപ്പിൽ ഞാൻ ഇടാം. നാളെ വൈകുന്നേരം വെക്കാം. നാളെ രാത്രി 9 മണിക്ക് ഓക്കെ അല്ലേ അഖില മാം? ബീന മാം ഓക്കെയാണ് സാർ. ഓക്കെയാണ്. ബീന മാം ഓക്കെ ആണോ നാളെ? ഹലോ, ഓക്കെ ആണ്. ശരി, അപ്പൊ 3 പേരും ഓക്കെ ആണ്. സുലഹാബി നാളെ ഓക്കെ ആണോ? 9 മണിക്ക് മീറ്റിങ്ങിന്. ആ, ഹലോ, നാളെ 9 മണിക്ക് മീറ്റിംഗ് പങ്കെടുക്കാൻ ഓക്കെ ആണോ സുലഹാബി? ഓക്കെ ആണ് സാർ. ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾ മീറ്റിംഗ് നാളെ കണ്ടക്ട് ചെയ്യുക, റസാഖ് സാറും കൂട്ടുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാസത്തേക്കുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഈ ഒരു ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ഗോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ചലഞ്ച് വെക്കുക. ആ ചലഞ്ച് അനുസരിച്ചിട്ട് നിങ്ങളെല്ലാവരും പോകുന്നുണ്ടെന്ന് ആക്കുക. അതേപോലെ തന്നെ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളെ ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കാനുള്ള ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ ഗുഡ് മോർണിംഗ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ലൈക്ക് കൊടുക്കുക, ഗുഡ് ആഫ്റ്റർനൂൺ ഇട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആസ് എ ലീഡർ നിങ്ങളെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവർക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് അയക്കുക, രാവിലെ എണീക്കാൻ തുടങ്ങിയല്ലേ, ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങിയില്ലേ, ഓക്കെ, അത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ.